ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നല്ല ദിവസം കർത്താവ് നമുക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കേൾക്കാം. ഈ നല്ല ദിവസം ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചു. നമ്മളത് പഠനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവമാണ് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ തിരുവചനത്തിൽ പറയുന്നു. പരിശുദ്ധാത്മാവ് കംഫർട്ടർ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആശ്വാസദായകൻ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു. മലയാള വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഹെൽപ്പർ, നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വിവിധ പേരുകളിൽ വിവിധ നാമങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ സത്യമാണ് എങ്കിലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ശക്തിയുള്ള ഒരു വ്യക്തിയാണ്, നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന വ്യക്തിയാണ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആയിട്ടുള്ള ബന്ധമുണ്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പല തരത്തിലുള്ള പിശാചിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് എടുക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കാനൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കാനും തുടങ്ങിയ സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കുവാനായിട്ട് തുടങ്ങി. ഒരിക്കൽ ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മുമ്പിൽ കടന്നു വന്നു. എൻ്റെ മീറ്റിങ്ങിനകത്ത് ഒരു മീറ്റിങ്ങിൽ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയാണ്. ആ സഹോദരി പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇതാണ്. സഹോദരിക്ക് തൻ്റെ ഭർത്താവിനും യൂറിനറി ഇൻഫെക്ഷനായി വളരെ ദീർഘനാളുകളായി പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര വർഷമായിട്ട് ഈ പ്രയാസമുണ്ടെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞത് ഏകദേശം 2 വർഷമായി അടിക്കടി ഈ യൂറിനറി ഇൻഫെക്ഷൻ വരും. അത് വരും, ട്രീറ്റ്മെൻറ്റ് കഴിയും, പിന്നെ മാറും, പിന്നെയും വീണ്ടും വരും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ യൂറിനറി ട്രാക്റ്റിൽ ബുദ്ധിമുട്ടുണ്ടായി, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ 2 പേർക്കും ഹസ്ബൻഡിനും വൈഫിനും വളരെയധികമായ പ്രയാസമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു, ആൻറ്റിക്ക് മക്കളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു മക്കളില്ല. അപ്പോൾ മക്കളില്ല എന്നാണ് പറയാനിടയായി തീർന്നത്. അപ്പോൾ മക്കളില്ല, വളരെയധികം പ്രയാസമാണ്. അപ്പോൾ മക്കളില്ലാതിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ, ആ മാതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നൊരു പൈശാചിക ശക്തി പുറപ്പെട്ടു പോകാനിടയായി തീർന്നു. ആ പുറപ്പെട്ടു പോകുമ്പോൾ അത് അലറി വിളിച്ച് അത് വയറ്റിൽ കൈവച്ചുകൊണ്ട് ആ സഹോദരി നിലവിളിക്കുകയാണ്. ആ വയറ്റിൽ കൈവച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. ആ ശരീരത്തിൽ നിന്ന് ആ കെട്ട് പൊട്ടി, ആ പൈശാചിക ബന്ധനം പൊട്ടി പുറത്തു പോയപ്പോൾ ആ സഹോദരി സ്വാതന്ത്ര്യം പ്രാപിപ്പാനിടയായി തീർന്നു. സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. ദീർഘനാളുകളായി പ്രയാസമുണ്ടായിരുന്നു, വയറിനകത്ത് പ്രയാസമുണ്ടായിരുന്നു, ശരീരത്തിൽ നീരുകളുണ്ട്, ശരീരത്തിൽ ചൊറിച്ചിലുകളുണ്ട്, വളരെയധികമായ അസ്വസ്ഥതകളുണ്ട്, പ്രയാസമുണ്ട്. എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അല്പനാൾ സൗഖ്യമുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഈ രോഗം തിരിച്ചു വരികയാണ്. അപ്പോൾ വളരെയധികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പരിശുദ്ധാത്മാവ് സ്പർശിച്ച സമയത്ത് ആ വ്യക്തി പൂർണ്ണമായി ഒരു സൗഖ്യം ഉണ്ടാകുവാനും, ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിന് മെസ്സേജ് പറയാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരി വളരെ സന്തോഷത്തോടെ സമാധാനത്തോടായിരിക്കുന്നത് ഞാൻ കാണാനിടയായി. എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ടോട്ടലായി വിടുവിക്കപ്പെടാനിടയായിത്തീരും. ഞാൻ പറയട്ടെ, പിശാചും അവൻ്റെ പ്രവർത്തികളെ അഴിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിശാചിൻ്റെ കെട്ടുകൾ പൊട്ടും. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സമാക്കി കാലതാമസം വരുത്തുന്ന ആത്മാക്കൾ, പൈശാചിക മണ്ഡലങ്ങൾ, സാത്താൻ്റെ സകല പദ്ധതികളെല്ലാം തകർത്ത് കളയാൻ സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓണർ ചെയ്യണം, ബഹുമാനിക്കണം.
പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് പോലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനാലാണ് നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നതെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. എഫീസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം പറയും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ വീണ്ടെടുപ്പ് നാളിന് വേണ്ടിയിട്ട് നമ്മളെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ, ഫേസ്ബുക്കിലൊക്കെ മറ്റുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും അന്യഭാഷകളെയൊക്കെ കുറിച്ച് കളിയാക്കി പരിഹസിച്ച് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. മറ്റുള്ളവർ അന്യഭാഷയിൽ പറയുമ്പോഴോ അന്യഭാഷയെ പറ്റി പറയുമ്പോഴോ ഇതറിഞ്ഞൂടാത്തതോ ഈ അനുഭവമില്ലാത്ത വ്യക്തികൾ അതിനെപ്പറ്റി പറഞ്ഞ് കളിയാക്കുന്നത്, പരിഹസിക്കുന്നത് അവർക്കൊരു സന്തോഷമാണ്. പക്ഷേ അതിന് നമ്മൾ പിന്നത്തേതിൽ വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനോ പരിശുദ്ധാത്മാവിനെ പരിഹസിക്കാനോ പാടില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി ദൈവം തന്നെ, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എന്ത് പാപവും ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്ത് ചെയ്യില്ല, ക്ഷമിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്തുമാത്രം പ്രാധാന്യം ദൈവം കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എപ്രകാരമൊക്കെയാണ് നമുക്ക് വേദനിപ്പിക്കാതെ, നമുക്ക് ദുഃഖിപ്പിക്കാതെ, നമുക്ക് വിജയകരമായ ഒരു ജീവിതം ഭൂമിയിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധ്യമാകുന്നു, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. നമ്മുടെ നാവുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് നാവ്. ആ നാവ് കൊണ്ട് ദോഷകരമായി നമുക്ക് പ്രവർത്തിക്കുവാനും നല്ല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കാനും സന്തോഷിപ്പിക്കുവാനും നമുക്ക് പറ്റുന്നത് നാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു, പരദൂഷണം, ദൂഷണം, നിഷേധാത്മകമായിട്ടുള്ള കളിയാക്കൽ, പരിഹാസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ ഏറെ മുറിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുകയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുകയോ, ഒരു രോഗി സൗഖ്യമാകുമ്പോൾ ആ രോഗി അനുഭവിച്ച വേദനയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാതെ ആ രോഗി സൗഖ്യമാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ നമ്മൾ ചെയ്യരുത്. ഒരിക്കൽ ഒരു വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ പറഞ്ഞു, തലയിൽ മനുഷ്യന് മുടി കുറവായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് മുടി കിളിച്ചു വരാനിടയായിരുന്നു. പുഴഞ്ഞു പോയ മുടി, ആ അസ്വസ്ഥതകൾ മാറി. ഇത് സാധാരണപ്പെട്ട വ്യക്തികൾക്ക് ഇത് പറയുമ്പോൾ അവർക്കൊരു പരിഹാസമാണ്. അവരത് യൂട്യൂബിലെടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള മീഡിയയിലെടുത്ത് അവർ പരിഹസിക്കുകയാണ്. പക്ഷെ ആ വ്യക്തിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നിവൃത്തിയില്ലാതെ വന്ന് പ്രാർത്ഥിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനും നമ്മുടെ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. ആഴമായ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. കേവലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ തരുന്നത്, അനുഗ്രഹം തരുന്നത്, സൗഖ്യം തരുന്നത്, നന്മ തരുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാനാണ്. അല്ലാതെ കേവലം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം വാങ്ങിച്ചുകൊണ്ട് പിന്മാറിപ്പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ കൂടെ അനേകരുണ്ടായിരുന്നു. അനേകർ യേശു കർത്താവിനെ അനുകരിക്കുകയും അനേകർ യേശുവിൻ്റെ അടുക്കൽ നിന്ന് നല്ല മെസ്സേജുകളാണെന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മെസ്സേജുകൾ കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. യേശു കർത്താവ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു വലിയൊരു ക്രൗഡ് യേശു കർത്താവ് പോകുന്നിടത്തെല്ലാം കൂടെ പൊയ്ക്കൊണ്ടേയിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് കുരിശ് മരണത്തോട് അടുക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ശിഷ്യൻ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യന് പോലും ഈ കുരിശ് വേദന താങ്ങുവാൻ, അല്ലെങ്കിൽ ക്രൂശ് മരണത്തോളം അവസാനത്തോളം കൂടെ നിൽക്കാൻ പറ്റിയില്ല. ഒളിച്ചു മാറിയൊക്കെയാണ് നിന്നത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. കാര്യം ഇതാണ് മനുഷ്യർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിലോ നന്മയിലേക്ക് വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ കൂടെ കാണും. നമ്മളൊരു സെലിബ്രിറ്റിയാണ്, നമ്മളെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാവും. നമുക്ക് സാമ്പത്തികമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടാവും. സാമ്പത്തികമില്ല എങ്കിൽ നമുക്ക് ആരും ഉണ്ടാകത്തില്ല.
നമുക്ക് 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 എല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ എന്ത് ചെയ്യാണ്? ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് മടിയാണ്. ആ സമയത്ത് നമ്മൾ അഹങ്കരിക്കുന്നു, നിഗളിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് വളരെ ദുഃഖമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നേരെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായി വരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. എഫെസ്യർക്കെഴുതിയ ലേഖനം 4:29 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഹല്ലേലൂയ ആകാത്ത വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാർത്തയാണ് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത് ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നു, ഒരു ശാപവും നമ്മുടെ വാ കൊണ്ട് പറയാൻ പാടില്ല. യാക്കോബിൻ്റെ ലേഖനം 3:10 പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ വായിൽ സ്തോത്രം അത്രയേ വേണ്ടത്, ഒരു ശാപവും നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്, പറയരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ വാ കൊണ്ട് മറ്റുള്ളവരെ ശപിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അനുഗ്രഹം മറ്റുള്ളവരുടെ അടുത്ത് പറയുവാനും അനുഗ്രഹം മറ്റുള്ളവരെ നമ്മളെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു അനുഗ്രഹമാണ്, നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്, നമ്മളെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. സദൃശ്യവാക്യങ്ങൾ 15:4 പറയുന്നു, നാവെന്ന് പറയുന്നത് ശാന്തമാണ്, പക്ഷേ ശാന്തമായ ഒരു നാവാണ്. പക്ഷേ അത് ശാന്തമായ ഒരു നാവ് അത് ജീവവൃക്ഷത്തിന് തുല്യമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എന്നാൽ നാവ് കൊണ്ട് വക്രതകൾ പറയുവാൻ അത് മനോവ്യസനത്തിന് കാരണമായി തീരുവാനിടയായിത്തീരും. ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധ്യമാണ്. നാവ് കൊണ്ട് ഒരാളെ നമുക്ക് തളർത്തുവാനും നാവ് കൊണ്ട് ഒരാളെ ബലപ്പെടുത്തുവാനും നമുക്ക് സാധ്യമാണ്. നമുക്ക് ഒരാളെ അടിക്കുന്നത് പോലെയല്ല, ഒരാളെ കൈകൊണ്ടോ ഒരു തടി കൊണ്ടോ നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നതിനേക്കാളും എത്രയോ ആഴത്തിലുള്ള മുറിവ് നമുക്ക് നാവ് കൊണ്ട് പറയുമ്പോൾ ആ മനുഷ്യന് വേദനിക്കാനിടയായിത്തീരും. അപ്പോൾ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുവാൻ, നാവ് കൊണ്ട് ഒരാളെ മുറിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമെല്ലാം നമ്മുടെ ഹൃദയം കഠിനപ്പെടാനിടയായിത്തീരും. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പലപ്പോഴും പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മൾ സംഖ്യാപുസ്തകത്തിൽ 12 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയ്ക്കെതിരെയും അവൻ വിവാഹം കഴിച്ച സ്ത്രീയെതിരായി മിരിയാമും അഹരോനും സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമാണ്. അപ്പോൾ ശരിക്കും മോശയുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു അറബ് രാജ്യത്തിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശത്തിൽപ്പെട്ട ഒരു മാതാവായിരുന്നു. മോശ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭാര്യ എന്ന് പറയുന്ന ഒരു കറുത്ത ആളാണ്, കറുത്ത സൗന്ദര്യം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അഹരോനും മിരിയാമുമെല്ലാം തൻ്റെ സഹോദരങ്ങൾ അവരെ കളിയാക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഫലമായി മിരിയാമിന് ഒരു കുഷ്ഠം ബാധിച്ചതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധ്യമാണ്. അവർ ദൈവത്തിൽ നിന്നൊന്നും ഒരു ശാപമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരാൾക്ക് നേരെ നമ്മൾ കുറ്റം പറയുമ്പോൾ അവർ ആ സമയത്ത് പരിഹസിക്കപ്പെടുമ്പോൾ അവരനുഭവിക്കുന്ന വേദന നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എൻ്റെ മമ്മി പറഞ്ഞൊരു നമ്മുടെ ദേശത്ത് മമ്മി പറഞ്ഞൊരു കാര്യം എനിക്കുണ്ട്. ഒരു സംഭവം എങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കൽ ഒരു അമ്മച്ചി താമസിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഗ്വൈറ്ററിൻ്റെ പ്രയാസമുണ്ട്, കഴുത്തിലൊരു വലിയൊരു മുഴ. അപ്പോൾ ആ മുഴ കണ്ടിട്ട് പരിഹസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്ഥിരമായി ആ മനുഷ്യനെ, ആ മാതാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസകരമായി പറയും. അവർ മരിച്ചുപോയി. മാതാവ് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ആ പരിഹസിച്ച് അതേ വ്യക്തി ഇന്ന് അദ്ദേഹത്തിന് ഇത്രയും ദൂരം ഒരു തലയേക്കാളും വലിപ്പത്തിൽ ഗോയിറ്ററുണ്ട്, കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഒരു വീങ്ങിയിരിപ്പുണ്ട്. ആ മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിച്ച അതേ അവസ്ഥ. അതുപോലെയാണ് എനിക്കറിയുന്ന എൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്ന ഒരു അങ്കിളുണ്ട്. അങ്കിളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ആ വെള്ളപ്പാണ്ടിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി സീനിയറാണ്. അദ്ദേഹം കളിയാക്കും, പരിഹസിക്കും. ഈ മനുഷ്യന് സെപ്പറേറ്റ് ഒരു പാത്രം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രമാണ്. ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ പകരുമെന്ന് പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. നാവ് കൊണ്ട് പരിഹാസങ്ങൾ മാത്രം പറഞ്ഞ ഒരു വ്യക്തി. എനിക്കിന്നും ഓർമ്മയുള്ള കാര്യം, ഞാൻ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈ ഫുൾ കൈ ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈ മറച്ചു.
ഞാൻ നോക്കിയ സമയത്ത് കയ്യിൽ അത് വെള്ളപ്പാണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചൊരു കാര്യം, എൻ്റെ യൗവനത്തിൽ, എൻ്റെ 22 വയസ്സിൽ ഞാനായിരിക്കുമ്പോൾ, ശുശ്രൂഷയുടെ ഒരു ഓർഗനൈസേഷനിലായിരിക്കുമ്പോൾ, അവിടെ പരിഹസിച്ച അതേ വ്യക്തിയുടെ കയ്യിൽ ഇന്ന് എന്താണ് അതേ പ്രയാസമുണ്ട്. മറ്റുള്ളവരെ നമുക്ക് കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ സമയത്ത് ആ വ്യക്തി വേദനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അതൊന്നും കുഴപ്പമില്ല എന്ന്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. അത് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പും ദുഷ്ടതയും നീക്കിക്കളയണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സകല കയ്പും ദുഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഇത് രണ്ടും പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ വേര് മുളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക്, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ മുറിവേൽപ്പിച്ചോ, നമ്മളെ വേദനിപ്പിച്ചാലോ, പരിഹസിച്ചാലോ, നമ്മൾ അവരുടെ അടുത്ത് കയ്പ് വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ കയ്പ്, ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോഴോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിനകത്തൊരു താല്പര്യം ഉണ്ടാകണം. ദൈവം ചെയ്യും, ദൈവം അവർക്ക് വേണ്ടി ചെയ്യും. നമ്മളല്ല അതിനെ ചെയ്യേണ്ടത്, നമ്മൾ ആ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ദൈവം അതെല്ലാം ചെയ്തോളും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ കയ്പോ നമ്മൾ വയ്ക്കരുത്. നമ്മൾ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വൈരാഗ്യങ്ങളോ വിദ്വേഷത്തോടെ നമ്മൾ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കണം, യേശു കർത്താവിനെ പിടിക്കാൻ വന്നതായിട്ടുള്ള പടയാളികൾ, കർത്താവിൻ്റെ അടുക്കൽ വന്നതായ പടയാളികൾ അവരെ ഉപദ്രവിക്കുമ്പോഴും, അവരെ നിന്ദിക്കുമ്പോഴും, പരിഹസിക്കുമ്പോഴും, തുപ്പുമ്പോഴൊക്കെയും ആ ജനസമൂഹത്തിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ ഇവരോട് ക്ഷമിക്കുകയാണ്, പിതാവ് ഇവർ ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് കയ്പുകൾ, വൈരാഗ്യങ്ങൾ, വിദ്വേഷത്തിൻ്റെ വേരുകൾ മുളച്ച് വരരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 4:31 പറയുന്ന, എല്ലാ കയ്പും ക്രോധവും കോപവും കുറ്റാരവും ദൂഷണവും സകലവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കയ്പ് മാറണം, ക്രോധം മാറണം, കുറ്റാരോപം. നമ്മൾ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ അങ്ങനെയാണ്, ഇതിനെ ഇങ്ങനെയാണ്. ഞാനിങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ അരമണിക്കൂറോളം വേറൊരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ വലിയ പ്രയാസമുണ്ട്. കുറ്റം പറയുന്നത് ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ വ്യക്തി പറഞ്ഞ് അവസാനം അന്യഭാഷകളെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ ടോപ്പിക് അങ്ങ് നിർത്തി. കാര്യം അന്യഭാഷയെ പറ്റി കേട്ടോണ്ടിരുന്നാലും ഞാൻ കുറ്റക്കാരനാകുമെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ടുകളഞ്ഞു. എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അത്രയ്ക്കുള്ള വെളിപ്പാട് മാത്രമേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്യഭാഷ എന്ന് പറയുന്നത്, ആരാധന കഴിഞ്ഞ്, അല്ലെങ്കിൽ ആരാധനയിൽ ഞായറാഴ്ച മാത്രം ചർച്ചിൽ പോകുമ്പോൾ, കൈയടിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ കൈയടിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അന്യഭാഷ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളങ്ങനെ ഒരു കാലഘട്ടത്താണ് നമ്മളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കയ്പുകളും വേരുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിട്ടുകൊഴിഞ്ഞ് വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എബ്രായർ 12:15 അപ്രകാരം പറയും, ആരും ദൈവകൃപ വിട്ട് പിന്മാറാൻ പാടില്ല. കയ്പുള്ള വേര് മുളച്ച് എന്ത് ചെയ്യാൻ പാടില്ല? കയ്പുള്ള വേരുണ്ടാക്കി, കലക്കമുണ്ടാക്കി, അത് നിമിഷം ദോഷം വരാതെ ദൈവകൃപ വിട്ട് മാറാതെ ഇരിപ്പാനായി നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലരും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടിട്ട് പോലും അവർക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമല്ല. എൻ്റെ ഒരു സഹോദരനുണ്ട്, കസിനാണ്. പ്രസവ സമയത്ത്, സഹോദരിയുടെ പ്രസവ സമയത്ത് വളരെ ക്രിട്ടിക്കലായിരുന്നു. ആ സമയത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ ലഭിക്കാനിടയായി തീർന്നത്. കാര്യം മരണം സുനിശ്ചിതമായിരുന്നു. 2 കുഞ്ഞുങ്ങളും കിട്ടിയില്ല, ട്വിൻസായിരുന്നു 2 കുഞ്ഞുങ്ങൾ. പ്രാർത്ഥനയിൽ കിട്ടി. കുറച്ച് നാളെല്ലാം പ്രാർത്ഥനയിൽ നിന്നും ഇപ്പോൾ വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ പിന്മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ദൈവമായിട്ട് പിന്മാറി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ ശരിക്കും രുചിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും ദൈവത്തിൽ നിന്ന് കേവലം എന്തെങ്കിലും ഒരു നന്മ പ്രാപിക്കാൻ വേണ്ടി മാത്രം കടന്നു പോകും. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ കിട്ടും. ആ നന്മ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അവർ വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോകാനിടയായിത്തീരും. ഇങ്ങനെ ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഈ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ചർച്ചുകളിൽ ആൾ വരണമെങ്കിൽ, എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ എപ്പോൾ വെച്ചാലും അതിനകത്ത് ഫുഡ് ഉണ്ടായിരിക്കണം. ഫുഡില്ല എങ്കിൽ എന്തില്ല, ജനം കടന്നു വരില്ല. ജനം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വളരെ പാവപ്പെട്ട ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഈ ചർച്ചിൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയി. ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ അവിടെ നല്ലൊരു തണൽ മരങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു ഗാർഡനുണ്ട്. അപ്പോൾ ഗാർഡൻ്റെ ഒരു സൈഡിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചുകുട്ടി അതിനെന്തൊരു 5-6 വയസ്സ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ വന്നു. അപ്പോൾ പാസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ കടന്നു വന്നു. അപ്പോൾ എൻ്റെ മാതാവും പിതാവും അക്രൈസ്തവരാണ്. അവർ ആ കുഞ്ഞിനെ വിൽക്കുവാൻ വേണ്ടിയിട്ട്, ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആരെങ്കിലും ഉണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കണ്ടപ്പോൾ വലിയ പ്രയാസം തോന്നി. ആ കുഞ്ഞിനെ വിറ്റ് കളയും, കാര്യം നിവൃത്തിയില്ല. അവർക്ക് വളർത്തിയെടുക്കുവാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ആ കുഞ്ഞു മോളെടുത്ത് ചോദിച്ചു, എന്തിനാണ് ആരോടും ചോദിക്കാതെ വണ്ടി ഗ്രാമത്തിനകത്തെ വാഹനം, ചർച്ചിൻ്റെ വാഹനം വിട്ടപ്പോൾ സമയത്തും അതിൽ കയറി ആരുടെ കൂടെ കയറി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ഫുഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്, ഇവിടെ വന്നാൽ ചിക്കൻ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞ് കടന്നു വന്നത്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നാനിടയായി തീർന്നത്. അപ്പോൾ അങ്ങനെ ഇന്നും നമുക്ക് ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ചില വ്യക്തികൾ ഇതുപോലെയാണ്, എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വരേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവമുണ്ട് എന്നും അവനെ ആരാധിക്കേണ്ടത് ആവശ്യമെന്നും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതായി നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ദയയുള്ള വ്യക്തികളായി നമ്മൾ മാറണം, ക്ഷമയുള്ള വ്യക്തികളായി മാറണം. അങ്ങനെ നമുക്കൊരു ശീലം ഉണ്ടാകണം. നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് ദയ ഉണ്ടാകണം. ആരെങ്കിലും ഒരു രോഗിയാണ്, ആ മനുഷ്യൻ്റെ അടുത്ത് പോയി കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്കൊരു ദയ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായി നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കണം. സാമ്പത്തികമായിട്ട് സഹായിച്ച് ഉപദ്രവത്തിൽ ഒരുപാടായി പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഉപദ്രവത്തിലായിട്ടുള്ള ആളാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അവസാനം ഉപദ്രവമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ദൈവം നമ്മളെ ദയ കാണിക്കുമ്പോൾ, ക്ഷമ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, എഫെസ്യർക്കെഴുതിയ ലേഖനം 4:32 പറയുന്നു, നിങ്ങൾ തമ്മിൽ ദയയെ മനസ്സലിയുള്ളവരായി. അപ്പോൾ നമ്മൾ തമ്മിൽ ക്രിസ്തു നമുക്ക് ക്ഷമിച്ചതുപോലെ നമ്മൾ അന്യോന്യം ക്ഷമിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ തമ്മിൽ ദയ ഉണ്ടാകണം, തമ്മിൽ മനസ്സലിവുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മനസ്സലിവും ദയയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ള കാര്യം പറഞ്ഞാൽ ഒരു വേദഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:13 പറയുന്നു, ഒരുത്തനോട് മറ്റൊന്നോട് വഴക്കുണ്ടായാൽ അന്യോന്യം പൊറുക്കണം, ക്ഷമിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ അടുക്കൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം പറയും, ഭർത്താവിൻ്റെ കുറ്റത്തെ ഭാര്യ പറയും. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരെ ക്ഷമിക്കുവാനായിട്ട് അല്പം പോലും എന്തില്ല, മടിയാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ഒരിക്കൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ സഹോദരിക്ക് കല്യാണം കഴിയണം, വിവാഹത്തിന് വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. ആ വിവാഹത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന പെൺകൊച്ചിൻ്റെ കണ്ടീഷൻ കേട്ട് എനിക്ക് തന്നെ ബോധം പോകാനിടയായി. കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. അവർ ഏകദേശം ഒരു 10 പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിൻറ്റ്സ് ബ്രദർ പ്രാർത്ഥിച്ച് ഇതുപോലെയുള്ള ഒരാളെ നമുക്ക് കിട്ടണം, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. ഒന്ന് ചിന്തിക്കണം. അപ്പം എല്ലാം തികഞ്ഞ ഒരാൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം തരുന്നത് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കണം. എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ മകന് ഒരു കല്യാണാലോചന വന്നു, വിവാഹത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നല്ലൊരു കുടുംബമാണല്ലോ, എന്താണ് സാറ് ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, മകനെ ഇഷ്ടപ്പെട്ടില്ല, മകന് വണ്ണം കൂടിപ്പോയി, അല്ലെങ്കിൽ പെൺകൊച്ചിന് വണ്ണം കൂടിപ്പോയി. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അധികം ഒന്നും തോന്നിയില്ല. അപ്പോൾ ആൾക്കാർക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. ഇതല്ല,
ഒരു നേരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു നല്ലൊരു കൊതു ഒന്ന് കുത്തിയാൽ മതി, പിന്നെ ഒന്നിനും കൊള്ളാത്തതാണ് മനുഷ്യനെന്ന് ചിന്തിക്കേണ്ട ഒരു എന്തില്ല, അത് അങ്ങനെ ഒരു താല്പര്യം അവരുടെ ജീവിതത്തിലില്ല. അപ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഒരു കടം വാങ്ങിയ ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധികമാണ്. ഒരു വ്യക്തി അവിടെ കടം വാങ്ങി, ഹല്ലേലൂയ, കടം വാങ്ങിച്ചിട്ട് അവൻ കടം ഇളച്ച് കിട്ടിയ ആ വ്യക്തി എന്ത് ചെയ്തെന്നറിയാമോ? വേറൊരു ആളുടെ അടുക്കൽ പോയി ഇവനെ കടം കൊടുത്തതായിട്ടുള്ള വ്യക്തിയുടെ അടുക്കൽ പോയിട്ട് അവനെ വളരെയധികമായി ദണ്ഡിപ്പിക്കുവാനിടയായി തീർന്നു. ഇത് അറിഞ്ഞ രാജാവ് ഈ വ്യക്തിയെ ജയിലിൽ തുറങ്കിൽ അടയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് കടം വാങ്ങിയ ഒരു വ്യക്തിയുടെ അടുത്ത് കൊടുക്കുന്നത് ക്ഷമിക്കുവാൻ കഴിയുന്നത് നമ്മൾ കടം വാങ്ങരുത്. കടം വാങ്ങിയാൽ കൊടുക്കുവാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകണം. ഇല്ല എങ്കിൽ വാങ്ങാൻ പോകരുത് എന്ന് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാകണം. അപ്പോഴും നമ്മുടെ ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനായിട്ടുള്ള ഒരു ജീവിതമാണ്, കുത്തഴിഞ്ഞ ഒരു ജീവിതം അല്ല. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ ലോകമോഹങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഇടപെടരുത്. ദുർനടപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ പാപത്തിന്, അശുദ്ധിക്ക്, നമ്മുടെ ജീവിതത്തിന്, ലോകത്തിന് എന്ത് ചെയ്യരുത്? അതിന് അടിമപ്പെടാതിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 6:19 മുതൽ 20 ഉള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് നമ്മുടേതല്ല, സ്വന്തമല്ല എന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ സ്വന്തമല്ല, പരിശുദ്ധാത്മാവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ആയതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മൾ പാപത്തിന് നമ്മൾ ജീവിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ഗലാത്യർ എഴുതിയ ലേഖനം 5:16 പറയുന്നു, നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ആ ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, നടക്കണം. എന്നാൽ ആത്മാവിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. റോമർ 13:14 പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനെ ധരിക്കണം, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ജഡത്തിനായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഐക്യതയിൽ നമ്മൾ ജീവിക്കണം. ഐക്യത നമ്മുടെ കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടാകണം, ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഭിന്നത ഉണ്ടാക്കുന്നത് എപ്പോഴും പിശാചാണ്. പിശാചെന്ന് പറയുന്നത് ഭിന്നതയാണ്. ദൈവദാസന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ, ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകരിലൂടെ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരുപാട് നമ്മൾ കാണും സാധ്യമാണ്. അപ്പോൾ ഭിന്നതയെന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് എന്താണ്? അതൊരു പിശാചിൻ്റെ പദ്ധതിയാണ്. പിന്നെ കലക്കമുണ്ടാക്കുന്നത്, ഭാര്യയും ഭർത്താവും കലക്കമുണ്ടാക്കുന്നത്, ഒരു വ്യക്തി ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോയിട്ട് അവസാനം വീട്ടിനകത്ത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണ്. അപ്പോൾ അത് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള വ്യക്തികളല്ല. തിരുവചന ഫീസർഗീത ലേഖനം 4:3 പറയുന്നു, സമാധാന ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യത്തിൽ കാപ്പാൻ ഉത്സാഹിക്കുക എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. റോമർ 12:16 പറയുന്നു, തമ്മിൽ ഏക മനസ്സുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നമുക്ക് ഐക്യത നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യില്ല? നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഐക്യത നമ്മുടെ ജീവിതത്തിൽ വേണം. എങ്ങനെയാണ്? കുടുംബജീവിതത്തിൽ, കുടുംബത്തിനകത്ത്, ഭാര്യയിൽ, മക്കളിൽ നമ്മൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ പോകണം. ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റയാൾ പട്ടാളമല്ല കുടുംബം എന്ന് പറയുന്നത്. ഒറ്റയാൾ പട്ടാളത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ബാക്കിയുള്ളവരെല്ലാം അനുസരിക്കുക, അങ്ങനെയല്ല. ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചിന്തിച്ച് ഐക്യതയോടെ ചില കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ആദ്യം നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് പ്രാർത്ഥിക്കണം. നമുക്കൊരു കാര്യം ഞങ്ങൾ എപ്പോഴും എൻ്റെ വീട്ടിലാകട്ടെ, ഞങ്ങളൊരു ചെറിയൊരു സാധനം വാങ്ങുവാനാണെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചേണ്ട ദൈവഹിതപ്രകാരമായിട്ടുള്ള വഴികൾ തുറക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കഴിയുന്നതും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? മുമ്പോട്ട് കാൽച്ചുവടുകളെ വയ്ക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തതായി ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള താലന്തുകളെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിച്ച് കളയരുത്. ദൈവം നമുക്ക് പല തരത്തിലുള്ള താലന്തുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ ആയിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം. അതുപോലെ തന്നെ കൃപാവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചിലപ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കാനായിരിക്കാം,
മറ്റുള്ളവരുടെ സുവിശേഷം പറയാനായിരിക്കാം. നമ്മൾ ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ നമ്മൾ എന്ത് ചെയ്യരുത് അതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ദൈവത്തിൻ്റെ തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് റോമർക്ക് ലേഖനം 12:6 പറയുന്നു, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 25:14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കൊരു 3 വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അവിടെ ഒരു യജമാനൻ 3 തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് കുറച്ച് പണം കൊടുക്കുകയാണ്. ഇപ്പോൾ പണം കൊടുക്കുന്നു. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നു? ചിലർ അതിനെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ ചിലരെന്ത് ചെയ്യുന്നു? മൂന്നാമത്തവൻ അതിനെ കുഴിച്ചിട്ടു. അപ്പോൾ യജമാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് അഭിനന്ദിക്കുകയാണ്. പക്ഷേ മൂന്നാമത്തവനെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു? ദുഷ്ടനും മടിയനുമായ ദാസൻ എന്ന് വിളിക്കുകയാണ്. കാര്യം ദൈവം അവന് കൊടുത്തിരിക്കുന്ന എല്ലാ മനുഷ്യനും ദൈവം കൊടുക്കുന്ന ചില കഴിവുകളുണ്ട്. അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപകാരപ്പെടണം. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും മറ്റുള്ളവനെ അവൻ്റെ ജീവിതത്തെ തകർത്ത് കളയാൻ വേണ്ടി ആകരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഏറ്റവും അടുത്തതായി ആത്മാവിൻ്റെ നടത്തിപ്പിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കെടുത്തരുത്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മാത്രമല്ല ആത്മാവിൻ്റെ ചില നടത്തിപ്പുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകാതിരിക്കരുത്. ഹല്ലേലൂയ. ആത്മാവിനെ കെടുത്തിക്കളയരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. 1 തെസ്സലോനിക്കർ 5:19 പറയുന്നു, ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. അടുത്തതായി നമ്മൾ വെളിച്ചത്തിൽ നടക്കണം. ക്രിസ്തുവിൽ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ്. പാപത്തിൽ നമ്മൾ ജീവിക്കാതെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. യോഹന്നാൻ 1:16 പറയുന്നു, നമുക്ക് അവനുമായിട്ടാണ് കൂട്ടായ്മയുള്ളത്. അവനുമായിട്ട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്നവൻ എന്ത് ചെയ്യാൻ പാടില്ല? ഇരുട്ടിൽ നടക്കാതിരിക്കണം. ഇരുട്ടിൽ നടക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ഇരുട്ടിൽ നടക്കാതെ, പാപത്തിൽ നടക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരണം. സ്നേഹം, സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരണം. ജഡീക കാര്യങ്ങൾ, ജഡത്തിൻ്റെ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നവരായി നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടത് ആവശ്യമാണ്. റോമർ 8:13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഏറ്റവും അവസാനമായി ക്രിസ്തുവിന് യോഗ്യമായ വണ്ണം നമ്മൾ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തിന് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. കാര്യം നമ്മൾ പറഞ്ഞു, ദൈവം നമ്മുടെ ജീവന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഹല്ലേലൂയ അന്ത്യനാളിന് വേണ്ടിയിട്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എഫേസ്യർ 4:1 പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ഹല്ലേലൂയ. നമ്മൾ യോഗ്യമായിട്ട് കർത്താവിന് കൊലോസിയർ 1:10 പറയുന്നു, കർത്താവിന് പ്രസാദം വരുമാറ് പൂർണ്ണ പ്രതീകമായിട്ട് കർത്താവിൻ്റെ പ്രതീകമായി നമ്മൾ നടന്ന് സൽപ്രവർത്തികളും സൽക്കർമ്മങ്ങളും ഫലം കായ്ക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആയതിനാൽ ഈ നല്ല ദിവസം കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്, അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ദൈവവചനം എത്രത്തോളം ആഴത്തിൽ പഠിക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ പറ്റും. പരിശുദ്ധാത്മാവ് വചനം വിട്ട് ഒന്നും പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ നമ്മളോട് ഇടപെടുന്നത്. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ക്ഷീണിച്ച് മടുത്ത് നമ്മൾ തളർന്നു പോകും. അപ്പോൾ അങ്ങനെ തളർന്നു പോകാതിരിപ്പാൻ വിശ്വാസത്തിൽ ബലം പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ നല്ല ദിവസവും ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അപ്പോൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. യേശുവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, അങ്ങ് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ജീവിക്കുവാനായിട്ട് സഹായിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണം, ദൈവവചനം അധികം പഠിക്കുവാനും ധ്യാനിപ്പാനും എന്നെ സഹായിക്കണം, ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണം. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പറയാമോ? ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം കർത്താവേ, നിൻ്റെ മക്കളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിനായി നിൻ്റെ മക്കളെല്ലാവരെയും കർത്താവ് ഇടയാക്കണം. അതിനായി നിൻ്റെ മക്കളെല്ലാവരെയും സഹായിക്കണം. എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഈ രാത്രികാലം അകഞ്ഞു മാറിപ്പോകട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകളെല്ലാം അകഞ്ഞു മാറട്ടെ. വൈശ്വാചിക ബന്ധനങ്ങൾ അകഞ്ഞു മാറട്ടെ. ദൈവിക സമാധാനം കുടുംബത്തിനകത്തുണ്ടാകട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അകഞ്ഞു മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും, ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തെ കർത്താവെ അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ നടുവിൽ അനുഭവിക്കുന്ന വേദന, എന്തോ തീ വാരിയിട്ടതുപോലെയുള്ള അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കാലിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മുട്ടിലുള്ള പ്രയാസങ്ങളെല്ലാം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാരോഗശക്തികൾ, അന്ധകാര വ്യാപാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. വലിയൊരു സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ഇപ്പോൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.